ഡയബറ്റിക് ഉള്ളവർ പഴം കഴിക്കാമോ എന്നുള്ളതാണ്. ശരിക്കും ഈ കഴിക്കുമ്പോൾ തന്നെ മധുരം വായിൽ ഫീൽ ചെയ്യുന്ന ഈ പഴങ്ങൾ നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ ഇല്ല എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ കോമൺ ആയിട്ട് എന്നെ പോലെ എല്ലാ ഡോക്ടേഴ്സിനും ലഭിക്കുന്നതാണ്. ശരിക്കും ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഡയബറ്റിക് ഉള്ളവർക്ക് പഴം കഴിക്കാം. അത് ഏതൊക്കെ പഴം കഴിക്കണം എന്നൊരു ചോദ്യമുണ്ട്. ഒരിക്കലും ഈ ഡയബറ്റിക് ഉള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല ഈ ഡ്രൈ ഫ്രൂട്ട്സ്. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോളൂ, അരിച്ചെടുക്കുമ്പോൾ ഗുണം കുറയും എന്നുള്ളതാണ് സാധാരണ പച്ച മലയാളത്തിൽ പറഞ്ഞതിനുള്ള കാര്യം. നമസ്കാരം, ഡോക്ടർ അഭിജിത്ത് ആണ്, ആത്മ വെൽനസ്. എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ്, സ്ഥിരമായി വരുന്ന പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് വെച്ചിട്ടാണ്. അത് ഡയബറ്റിക് ഉള്ളവർ പഴം കഴിക്കാമോ എന്നുള്ളതാണ്. ഈ ഫ്രൂട്ട്സ് ഞങ്ങൾക്ക് കഴിക്കാമോ, ചപ്പാത്തി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ പണ്ട് ചോറ് മാത്രം മതിയായിരുന്നു, പക്ഷെ ചപ്പാത്തിയും നല്ലതല്ല എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും ഈ കഴിക്കുമ്പോൾ തന്നെ മധുരം വായിൽ ഫീൽ ചെയ്യുന്ന ഈ പഴങ്ങൾ നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ ഇല്ല എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ കോമൺ ആയിട്ട് എന്നെ പോലെ എല്ലാ ഡോക്ടേഴ്സിനും ലഭിക്കുന്നതാണ്. ശരിക്കും ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഡയബറ്റിക് ഉള്ളവർക്ക് പഴം കഴിക്കാം. പഴങ്ങൾ തീർച്ചയായും ഡയബറ്റിക് ഉള്ളവർ കഴിക്കാം എന്നുള്ളതാണ് സത്യം. അത് ഏതൊക്കെ പഴം കഴിക്കണം എന്നൊരു ചോദ്യമുണ്ട്. ഡയബറ്റിക് ഉള്ളവർ പഴം കഴിക്കാമോ എന്നുള്ളതാണ്. കൂടുതൽ പഴങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, പക്ഷേ ചില പഴങ്ങളിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ്, നമ്മളുടെ ഈ ബ്ലഡിൽ ഷുഗറിന്റെ പ്രസൻസ് പെട്ടെന്ന് വരുന്ന ഗ്ലൈസിമിക് ഇൻഡെക്സ്, ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഒന്ന് രണ്ട് പഴങ്ങളുണ്ട്. അതൊന്ന് നമുക്ക് ഈ സീസണലായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന രണ്ട് പഴങ്ങളാണ്. ഒന്ന് മാങ്ങയും ചക്കയും. മാങ്ങപ്പഴത്തിലും ചക്കപ്പഴത്തിലും 50 ഗ്രാമിൽ കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലായതുകൊണ്ട് ഷുഗർ പേഷ്യൻസ് കുറച്ചധികം മാങ്ങയും ചക്കയും കഴിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ് റിക്വസ്റ്റ് ഉള്ളത്. അല്ലാതെ ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ വരുന്ന നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പഴങ്ങളല്ലേ, ഇപ്പോൾ പൈനാപ്പിൾ ആയിക്കോട്ടെ, ഗ്രേപ്പ് ആയിക്കോട്ടെ, വാട്ടർമെലൺ ആയിക്കോട്ടെ, ഇവയെല്ലാം 15 മുതൽ 20% വരെ 20% ഗ്രാം ഷുഗർ ഉള്ള കണ്ടന്റുകളാണ്. അത് നമുക്ക് കഴിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. നമ്മളുടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ ദോശയും ഇഡലിയും ഉപ്പവും പൊറോട്ടയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ മച്ച് ബെറ്റർ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. അവക്കാഡോ, ആപ്പിൾ, ഓറഞ്ച് ഇവയെല്ലാം 10% റേഞ്ചിൽ മാത്രം, 10 ഗ്രാം മാത്രം ഷുഗർ ഉള്ള പഴങ്ങളാണ്. നമുക്ക് ഈ പഴങ്ങളെല്ലാം നമുക്ക് ഉൾപ്പെടുത്താം. പക്ഷെ ഈ പറഞ്ഞതുപോലെ ചക്കപ്പഴവും മാങ്ങപ്പഴവും ഒരു പരിധിയിലപ്പുറം, അത് തീരെ കഴിക്കാൻ പാടില്ലെന്നല്ല കേട്ടോ, വളരെ കുറച്ച് നമുക്ക് കഴിക്കാം. പക്ഷെ അത് ഒരു പരിധിയിൽ അത് ഇൻടേക്ക് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്, ഷുഗർ ഉള്ളവർക്ക് പ്രത്യേകിച്ച് അത് ദോഷമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് സത്യം. പിന്നെ ഇങ്ങനെയുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാമോ എന്നുള്ളതാണ്. ഫ്രൂട്ട്സ് കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളതൊന്നും. ഇനി ഞങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം. ശരിക്കും ഞാൻ എപ്പോഴും പറയുന്നത്, ഈ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗറാണ് ഫ്രൂട്ട്സിലുള്ളത്. നമ്മൾ കഴിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗറാണ്, മറ്റ് പഞ്ചസാര പോലെ ഒരു കെമിക്കലൈസ്ഡ് ഷുഗർ അല്ല. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗറിന്റെ ഇൻടേക്ക് നമ്മുടെ ശരീരത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ പ്രശ്നം, ഇവയെല്ലാം ഭയങ്കരമായി ഈ ഷുഗറിന്റെ കണ്ടന്റോട് കൂടിയാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ അവിടെ പോയി ചോദിക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ പോയി ചോദിക്കുമ്പോൾ അവർ പറയും അത് പഞ്ചസാര ലായനിയിൽ മുക്കിയെടുത്തതാണ് എന്ന് പറയും. അപ്പോൾ ഒരിക്കലും ഈ ഡയബറ്റിക് ഉള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല ഈ ഡ്രൈ ഫ്രൂട്ട്സ്. കാരണം അത് ഈ ഷുഗർ സിറപ്പിൽ അവര് ഡിപ്പ് ചെയ്തെടുക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ ചുറ്റും കിട്ടുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും. സോ അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ല. ഈ ഷുഗർ പേഷ്യൻസ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഇൻടേക്ക് അവർക്ക് നല്ലതാവാൻ സാധ്യതയില്ല. മറ്റൊരു കാര്യം, ഫ്രൂട്ട്സ് ജ്യൂസായി നമ്മൾ കുടിക്കണോ അതോ കട്ട് ഫ്രൂട്ട്സ് ആയി കഴിക്കണോ, ഏതാണ് നല്ലത് എന്നുള്ളതാണ്. പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ അത് ഫ്രൂട്ട്സ് ആയി കഴിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോളൂ, അരിച്ചെടുക്കുമ്പോൾ ഗുണം കുറയും എന്നുള്ളതാണ് സാധാരണ പച്ച മലയാളത്തിൽ പറഞ്ഞതിനുള്ള കാര്യം. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുമ്പോൾ അതിൽ ഫൈബർ കണ്ടന്റോട് കൂടിയാണ് നമ്മൾ കഴിക്കുന്നത്. കമ്പയറിംഗ് ടു ജ്യൂസ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. സോ എപ്പോഴും ജ്യൂസിനോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ആയി, കട്ട് ഫ്രൂട്ട്സ് ആയി ഇൻടേക്ക് ചെയ്യുന്നതാണ് നമ്മളുടെ ശരീരത്തിന് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളതാണ് സത്യം. സോ ഇതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ ഡയബറ്റിക് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഫ്രൂട്ട്സ് കഴിക്കാം. ചക്കപ്പഴവും മാങ്ങപ്പഴവും അധികം കഴിക്കുന്നത്, ഓവറായിട്ട് വരുത്ത ഏത്തപ്പഴവും, ഈ 3 കാര്യങ്ങൾ അധികം കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പറഞ്ഞ അവക്കാഡോ, ഓറഞ്ച്, പൈനാപ്പിൾ, പപ്പായ, വാട്ടർമെലൺ, പിയർ, അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സുകളും നമുക്ക് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ഭക്ഷണമായിട്ട് ഉൾപ്പെടുത്താം. തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അതിലെ ഫൈബർ കണ്ടന്റ്, മിനറൽസ്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആന്റി ഓക്സിഡന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന, ആന്റി ബാക്ടീരിയൽ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടന്റുകളാണ്. സോ കാർഡിയാക് പോലുള്ള ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടി, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ഇഷ്യൂസ് ഒഴിവാകാൻ വേണ്ടിയൊക്കെ
നമ്മൾ ഈ പറഞ്ഞ ഫ്രൂട്ട്സിന്റെ ഇൻടേക്ക് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സോ ഡയബറ്റിക് ഉള്ളവരും ഫ്രൂട്ട്സ് കഴിക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കണം. ഈ പറഞ്ഞ ജ്യൂസിന് പകരം കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. സോ എനിക്ക് ഷുഗർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇനി ഫ്രൂട്ട്സ് ഒഴിവാക്കേണ്ട കാര്യമില്ല.